നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ജോലിക്കൊക്കെയായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായ അപ്ഡേറ്റുകളൊക്കെ ശ്രദ്ധിക്കുക. പല ട്രെയിനുകളും വൈകി ഓടുകയാണ്. ഒപ്പം തന്നെ മൂന്നാം ദിനവും പശ്ചിമേഷ്യ കലുഷിതമായി തുടരുന്നു. ഇസ്രായേൽ ഇറാൻ ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പുതിയ ആക്രമണ പരമ്പരയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയത്. ഏതായാലും വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യത്തെ പ്രധാന തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കി വരാം. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ അതിതീവ്ര മഴ തുടരും. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. ട്രെയിനുകൾ വൈകിയോടുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ല ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലും അവധി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നാളെ സമാപിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി നിലമ്പൂർ ബൈപ്പാസ്. 33 വർഷം മുൻപ് തുടക്കം കുറിച്ച ബൈപ്പാസ് ഇതുവരെ പൂർത്തീകരിക്കാത്തതിൽ വോട്ടർമാർക്ക് പ്രതിഷേധം. മൂന്നാം ദിവസവും ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി ഇറാനും ഇസ്രായേലും. ഇറാന്റെ ആക്രമണത്തിൽ ബാറ്റ്യാനിൽ 4 മരണം, 100-ലേറെ പേർക്ക് പരിക്ക്. ഇറാനിലെ ആണവ സൈനിക തന്ത്രപ്രധാന മേഖലയായ ഇസ്ഫഹാൻ ആക്രമിച്ച ഇസ്രായേൽ. റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് വിഭാഗ മേധാവിയെ വധിച്ചു. കാനഡയിൽ തുടങ്ങുന്ന G7 ഉച്ചകോടിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം പ്രധാന അജണ്ട. സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. ഇടുക്കി പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിന്റെ പേരിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം സാധാരണക്കാരെ വലയ്ക്കുന്നു. സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികളും അവതാളത്തിൽ. പീരുമേട, മഞ്ചുമല വില്ലേജുകളിലെ 1653 പേർക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങി റവന്യൂ വകുപ്പ്. തിരുവനന്തപുരത്ത് 3 മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി വരുന്നു. കുറഞ്ഞ നിരക്കിൽ എളുപ്പത്തിൽ പാർക്കിംഗ് സേവനങ്ങൾ ലഭ്യമാകും. അനധികൃത പാർക്കിങ്ങുകൾക്കും ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമയമാറ്റം ഇന്നു മുതൽ. ഹൈസ്കൂൾ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. സമയമാറ്റം 220 പ്രവൃത്തി ദിനം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ അതിതീവ്ര മഴ തുടരും. ഇന്ന് 11 ജില്ലകളിലെയും കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മഴയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. അതിശക്തമായ മഴ തന്നെയാണ് നമുക്ക് ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നത്. 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മഴ കണക്കിലെടുത്ത അവധിയാണ്. ഒപ്പം ഏറ്റവും ഒടുവിലത്തെ മഴ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? ശ്രീകാർത്തിക, 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്നലെ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ ജില്ലകൾക്കാണ് അവധിയില്ലാത്തത്. അതേസമയം തന്നെ ആലപ്പുഴയിലെ 2 താലൂക്കുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകൾക്കാണ് അവധി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, വളരെ ശക്തമായ മഴയാണ് തുടരുന്നത്. ഈ മഴ ബുധനാഴ്ച വരെ തുടരുമെന്നുള്ള സൂചനയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കടലിൽ പോകരുത്, അതോടൊപ്പം മലയോര മേഖലയിലേക്കുള്ള അനാവശ്യമായ യാത്രകൾ ഇവയെല്ലാം തന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ജില്ലാ ഭരണകൂടവും അതത് ജില്ലകളിലെ പരിസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് അതത് താഴ്ന്ന പ്രദേശങ്ങളിലും മറ്റും ക്യാമ്പുകൾ തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുവരെയും വലിയ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൊല്ലത്ത് ഒരു മരം കടപുഴകി വീണിരുന്നു. ഇതിനെ തുടർന്ന് ട്രെയിനുകളെല്ലാം തന്നെ വൈകി ഓടുകയാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ ഓടുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത്യാവശ്യമായി നടക്കേണ്ടുന്ന ചില പരീക്ഷകൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ക്രമീകരണങ്ങൾ, അത്തരത്തിലുള്ള ചില പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഒന്നും തന്നെ മാറ്റമില്ല. അതല്ലാതെ മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ
അതത് സംസ്ഥാന ഭരണകൂടവും ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് മഴ കനക്കുന്ന സാഹചര്യമാണ് തുടരുന്നത്. ശരി, ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ഇന്ന് ഏതായാലും 5 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. MM രാഗേഷാണ് മഴയുടെ വിവരങ്ങൾ തന്നത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. വേണാട് എക്സ്പ്രസ് 2 മണിക്കൂർ വൈകിയേ പുറപ്പെടുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് 5:20 പുറപ്പെടേണ്ട വേണാട് 7:30 പുറപ്പെടുകയുള്ളൂ. ചെന്നൈ എഗ്മോർ എക്സ്പ്രസും അമൃത എക്സ്പ്രസും 50 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. മരങ്ങൾ ട്രാക്കിലേക്ക് വീണതാണ് ട്രെയിനുകൾ വൈകാൻ കാരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രം. പരസ്യപ്രചാരണം നാളെ സമാപിക്കും. കനത്ത മഴയെ വെല്ലുവിളിച്ച് ഊർജിത പ്രചാരണമാണ് എല്ലാ മുന്നണികളും നടത്തുന്നത്. പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ മണ്ഡലത്തിൽ തങ്ങി പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലടക്കം വടക്കൻ കേരളത്തിലെല്ലാം തന്നെ വളരെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. 3 മുന്നണികളും അതിശക്തമായ പ്രചരണം തന്നെ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം താൻ ഒട്ടും മോശക്കാരനല്ല എന്ന് കാണിച്ചുകൊണ്ട് PV അൻവറും ശക്തമായ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ് ശ്രീകാർത്തിക്. ഏതായാലും നിലമ്പൂരിൽ പ്രചരണാവശ്യത്തിന് കുറവൊന്നുമില്ല. അതിശക്തമായ മഴയാണ് മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മഴയൊന്നും തന്നെ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചു എന്നൊക്കെ പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ നമ്മൾ ഇതിനേക്കാൾ ശക്തമായ മഴയായിരുന്നു ഇന്നലെ വൈകിട്ട് നിലമ്പൂർ ടൗണിലുണ്ടായിരുന്നു. ആ സമയത്താണ് അൻവറിൻ്റെ റോഡ് ഷോയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്തിയത്. അതിലൊന്നും തന്നെ ഈ പ്രചരണം ചോരാതെ തന്നെയുള്ള നടപടികൾ ആവേശം തന്നെയാണ് മുന്നോട്ട് പോയത്. ഇന്നും സമാനമായ രീതിയിൽ ചില യോഗങ്ങളും പ്രചരണ പരിപാടികളും ഒക്കെ തന്നെയുണ്ട്. ഇന്നിപ്പോൾ നേതാക്കൾ വീടുകൾ കയറിയുള്ള പ്രചരണമാണ്. കാരണം പരസ്യ പ്രചരണം നാളെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല ഈ പരസ്യ പ്രചരണവുമായി ബന്ധപ്പെട്ട ഉള്ള ക്രമീകരണങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചു പോവുകയാണ്. എവിടെയൊക്കെ ആയിരിക്കണം, ഏതൊക്കെ മുന്നണികൾക്ക് സ്ഥലം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ 11 മന്ത്രിമാരാണ് ഇന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി, M സ്വരാജിന് വേണ്ടി മണ്ഡലത്തിൽ പ്രചരണത്തിനായി ഉള്ളത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ ഇന്ന് മണ്ഡലത്തിലെത്തുന്നുണ്ട്. 2 യോഗങ്ങളിൽ MA ബേബി പങ്കെടുക്കുന്നത്. കുടുംബ സംഗമങ്ങൾ പ്രധാനമായും CPM ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷെ CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതുതന്നെയാണ്. എല്ലാ കാലത്തും CPM ഈ ചെറിയ കുടുംബയോഗങ്ങൾ വിളിച്ചുകൂട്ടും. ആ പ്രദേശത്തുള്ള 10-15 വീടുകളിലെ ആളുകളെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, ആ രീതിയിലാണ് CPM-ന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ സമാനമായ രീതിയിൽ ലീഗും ചില പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് ലീഗിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. KC വേണുഗോപാലും KC ജോസഫും അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഒപ്പം തന്നെ സണ്ണി ജോസഫ്, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയും ലീഗിന്റെ നേതാക്കളെയും രംഗത്തിറക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസും പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ NDAക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച മണ്ഡലത്തിൽ ആകെ തന്നെയുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇരു മുന്നണികളും പ്രചാരണ വിഷയമായി മറ്റു വിഷയങ്ങളിൽ മതപരമായ വിഷയങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് വികസന വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുവരണം എന്നുള്ളതാണ് BJP നിലപാട്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യം BJP വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. PDP ബന്ധം UDF ആരോപിക്കുന്നതിൽ പക്ഷേ BJP വളരെ കൃത്യമായി തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ഊന്നി നിൽക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. അത് രാജ്യവ്യാപക പ്രചരണത്തിലേക്ക് ഒരുപക്ഷെ BJP കൊണ്ടുവെക്കുക. അതുകൊണ്ടാണ് AICC നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിലമ്പൂർ എത്തിയിട്ടുണ്ട്. ശരി പ്രശാന്ത്, ഏതായാലും വീറും വാശിയും ഒട്ടും തന്നെ ചോരാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അങ്ങനെ കൊഴുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇനി 4 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടർമാരെ നേരിൽ കണ്ട് അവസാന വോട്ടും ഉറപ്പിക്കാൻ ഉള്ള തത്രപ്പാടിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഒപ്പം തന്നെ നിലമ്പൂരിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാണ് നിലമ്പൂർ ബൈപ്പാസ്. 33 വർഷം മുൻപ് തുടക്കം കുറിച്ച ബൈപ്പാസ് ഇപ്പോഴും പൂർത്തീകരിക്കാനാവാത്തത് വോട്ടർമാരിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കുന്നത്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് നിലമ്പൂർ നഗരം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നേതാക്കളും പ്രവർത്തകരും മാധ്യമങ്ങളുമെല്ലാം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തതോടെ
പലപ്പോഴും മണിക്കൂറുകളോളമാണ് ഗതാഗതം സ്തംഭിക്കുന്നത്. നിലമ്പൂരിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി 33 വർഷം മുമ്പ് ബൈപ്പാസ് റോഡിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഇതുവരെ പൂർത്തീകരിക്കാനായില്ല. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള 6 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നത്. ഇതിൽ 2 കിലോമീറ്റർ ഭാഗം മാത്രമാണ് നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സാധിച്ചത്. ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള 4 കിലോമീറ്റർ ദൂരത്ത് ഭൂമി വിട്ടു നൽകിയ 157 കുടുംബങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടില്ല. ഭൂമി വിട്ടുകൊടുത്തവരിൽ നിരവധി പേരുടെ വീടുകൾ തകർന്ന അവസ്ഥയിലാണ്. നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ഇവർക്ക് പകരം വാസസ്ഥലം കണ്ടെത്താനുമാവുന്നില്ല. മാത്രമല്ല, വിവാഹം, ചികിത്സ തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ്. ഞങ്ങളെ പേരക്ക് ഒന്നും കാട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്കില്ല നല്ലൊരു പെരയിൽ നിൽക്കാൻ പോലും. മഴക്കാലം വന്നാൽ ഞങ്ങളെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് എത്രയും കാലം ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥിനെ നിർത്താനേ വിചാരിച്ചിരുന്നത്. അപ്പോൾ പൈസയൊക്കെ പാസ്സാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്ഥാനാർത്ഥിനെ പിൻവലിച്ചതാണ്. ഇനിയിപ്പോൾ എന്താണ് കാരണം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ളൂ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൈസ കിട്ടിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യും. ഒരുപാട് കാലമായി ഇങ്ങനെ കിടക്കണം. 33 വർഷം കഴിഞ്ഞു. 31 കൊല്ലം കഴിഞ്ഞു ഞങ്ങളിതിൽ കഷ്ടപ്പെടൽ തുടങ്ങിയിട്ട്. ഇത് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നുങ്ങാണ്ട് നിൽക്കുകയാണ്. ഒരു കൊല്ലത്തിൽ ഓരോരോ ഇലക്ഷൻ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ പറയും ഇപ്പോൾ ഇത് പാസ്സാകും, അപ്പോൾ നിങ്ങൾ അതിന് നിൽക്കി, ഇത് ഈ വോട്ട് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ 33 കൊല്ലമായി. ബൈപ്പാസ് പ്രശ്നത്തിൽ ഇടത് വലത് മുന്നണികൾ പരസ്പരം പഴിചാരുമ്പോൾ 3 പതിറ്റാണ്ടായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തത് ഇരു മുന്നണികളുടെയും പിടിപ്പുകേടാണെന്ന് NDA ആരോപിക്കുന്നു. ആ ബൈപ്പാസിന്റെ സ്ഥലം മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുകയല്ലേ. ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത MLA-മാർക്ക് അതിനെ ശ്രമിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? ദേശീയപാതയിൽ പോയി റീൽസ് എടുക്കുന്ന ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ആ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. നിലമ്പൂരിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ജനങ്ങളെ മുമ്പാകെ ഉയർത്തുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഭൂമി വിട്ടുകൊടുത്തവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർക്കാർ ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപിച്ചതിനാൽ തൽക്കാലം തീരുമാനം മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പതിവ് പോലെ ബൈപ്പാസ് നിർമ്മാണം വീണ്ടും നീളുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. ഇടുക്കി പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിന്റെ പേരിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം സാധാരണക്കാരെ വലയ്ക്കുന്നതായി ആരോപണം. പീരുമേട്, മഞ്ചുമല വില്ലേജുകളിലെ 1653 പേർക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നത്. ഇതോടെ ഈ മേഖലയിൽ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും അവതാളത്തിലായിരിക്കുകയാണ്. പീരുമേട് പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഭൂമി കയ്യേറ്റം നടക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഈ മേഖലയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534, മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441 എന്നിവിടങ്ങളിലാണ് 3 മാസത്തിലധികമായി നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നത്. 3 തലമുറകളിലധികമായി പട്ടയം ലഭിച്ച ഭൂമിയിൽ ജീവിക്കുന്ന 100 കണക്കിന് തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും ഇവിടെയുണ്ട്. നിർമ്മാണ നിരോധനം നിലവിൽ വന്നതോടെ ഇവരുടെ ജീവിതവും പ്രതിസന്ധിയിലായി. തിങ്കളാഴ്ച ഞാൻ അന്നേരം അവിടെ ചെന്നപ്പം താലൂക്കിൽ ചെന്നപ്പം പറഞ്ഞ ഇത് പോരാ, പിന്നെ അയാളുടെ കർണാടകനെ മേടിച്ച ആളുടെ സ്ഥലത്തിന്റെ കോപ്പി ഇത് വേണമെന്നാ, മുണ്ടാധാരം വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അക്ഷയ ചെന്നപ്പോഴത്തേന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടാട്ടെന്ന് പറഞ്ഞു. കയ്യേറ്റത്തിന്റെ പേരിൽ 1653 പേർക്ക് നോട്ടീസ് നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതോടെ ഈ 2 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും പ്രതിസന്ധിയിലായി. ഈ 2 സർവേ നമ്പറുകൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഭീതിയിലാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ജില്ലാ ഭരണകൂടം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭൂമി ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും കണ്ടുപിടിക്കണം. ആ ഭൂമി തിരികെ പിടിക്കുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും വേണം. പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന നടപടികൾ സാധാരണക്കാരെ കുടിയിറക്കുന്നതിന്റെ ഭാഗമായാണെന്ന് ജനകീയ ഭൂസംരക്ഷണ സമിതി ആരോപിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനം ഏതായാലും വികസനത്തിന്റെ പാതയിൽ തന്നെയാണ്. അത് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. തലസ്ഥാനത്ത് 3 മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി വരുന്നുണ്ട്. അനധികൃത പാർക്കിങ്ങുകൾക്കും അതുമൂലം ഉണ്ടാകാറുള്ള ഗതാഗത കുരുക്കിനും ഉടൻ അവസാനമാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കുറഞ്ഞ നിരക്കിൽ ഏറ്റവും എളുപ്പത്തിൽ ആളുകൾക്ക് പാർക്കിംഗ് സേവനങ്ങൾ ലഭ്യമാകും.
രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് കേരളത്തിന്റെ സ്വന്തമാണ്. എന്നാൽ സ്മാർട്ട് റോഡ് വന്നിട്ടും സൈക്കിൾ ട്രാക്കിൽ ഉൾപ്പെടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ തലസ്ഥാനത്തെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകും. മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം പൂർത്തിയാവുന്നതോടെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്നത് 1000 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. കോർപ്പറേഷൻ വളപ്പിനുള്ളിലും തമ്പാനൂരിലും പാളയത്തും പ്രവർത്തനം ആരംഭിച്ചവയ്ക്കു പുറമെ പുത്തരിക്കണ്ടം, മെഡിക്കൽ കോളേജ്, ചാല, വാണിയംകുളം എന്നിവിടങ്ങളിലായി 3 മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ഒരുങ്ങുന്നു. 6 ഇടത്തുകൂടിയായി 1000-ഓളം കാറുകളും 600 ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ സാധിക്കും. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലെയും മെഡിക്കൽ കോളേജിലെയും മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വാണിയംകുളത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ വർഷം തന്നെ ആരംഭിച്ചേക്കും. നഗരത്തിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതലായി യാത്രക്കാർ ഉപയോഗിക്കുന്നതോടെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയാനും ഇതുമൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനും സാധിക്കുമെന്നാണ് കോർപ്പറേഷൻ കരുതുന്നത്. വിവിധ പാർക്കിംഗ് സംവിധാനത്തിലെ ഒഴിവറിയാനും അടുത്തുള്ള പാർക്കിംഗ് സംവിധാനം ബുക്ക് ചെയ്യാനുമായി യാത്രക്കാർക്ക് സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പും ഉപയോഗിക്കാം. തമ്പാനൂർ, പാളയം, മെഡിക്കൽ കോളേജ്, പുത്തരിക്കണ്ടം എന്നിവിടങ്ങളിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനമാണ് ആപ്പിൽ ഉൾപ്പെടുത്തുന്നത്. പാർക്കിങ്ങിനായി യാത്രക്കാർക്ക് മുൻകൂട്ടി ആപ്പിലൂടെ ബുക്ക് ചെയ്യാം. നിർമ്മാണത്തിലിരിക്കുന്ന 3 മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തന സജ്ജമായാൽ നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നഗരം കൂടുതൽ സ്മാർട്ടാകും. ക്യാമറാമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ സമയമാറ്റം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയം ഇന്നു മുതൽ അരമണിക്കൂർ വർദ്ധിക്കും. 220 പ്രവൃത്തി ദിനം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് സമയവർദ്ധനവ്. സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെയാണ് സമയമാറ്റം നടപ്പിലാക്കുന്നത്. സമസ്ത മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. 8 പീരീഡുകൾ നിലനിർത്തിയാണ് സമയമാറ്റം നിലവിൽ വരുന്നത്. തീരദേശവാസികളുടെ ദുരിത ജീവിതത്തിന് ഒരു അറുതിയും വരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട അമൃതയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. തൃശൂർ വാടാനപ്പള്ളിയിൽ കടലേറ്റം രൂക്ഷമാണ്. വാടാനപ്പള്ളി, സൈനുദ്ദീൻ നഗർ, ഫസൽ നഗർ എന്നിവിടങ്ങളിലാണ് കടലേറ്റം അനുഭവപ്പെടുന്നത്. പ്രദേശത്തെ 4ഓളം വീടുകളാണ് കടലെടുത്തത്. ഭീതിയിലാണ് പ്രദേശവാസികളും. കടൽക്ഷോഭം രൂക്ഷമായ വാടാനപ്പള്ളിയിലെത്തിയാൽ കടലെടുത്ത വീടുകളുടെ അവശേഷിപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്. 4ഓളം വീടുകളാണ് കടലെടുത്തത്. കടപുഴകി വീണ തെങ്ങുകളും തകർന്ന റോഡും കടലാക്രമണത്തിന്റെ ഭീകരത വിളിച്ചോതുന്നു. കണ്ണടച്ചാൽ കല്ലുകളിൽ തിരയടിക്കുന്ന ഭീകര ശബ്ദമാണ് പ്രദേശവാസികളുടെ കാതിൽ. സമാധാനമായി ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മൾക്ക് ഇവിടെ സുരക്ഷിതമാണ് വേണ്ടേ. നമ്മളിപ്പോൾ കൊല്ലങ്ങളായിട്ട് കടൽക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് വീടുകൾക്ക് വെള്ളം കയറുക, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, കുടിവെള്ള ബുദ്ധിമുട്ട്, എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇവിടെ നിലവിലുണ്ട്. ഇനിയിപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള ഈ വർഷക്കാലം ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള കടൽക്ഷോഭം കൊണ്ട് ഞങ്ങൾക്കിവിടെ വാസയോഗ്യമല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കടൽക്ഷോഭം തീരദേശവാസികളെ ബാധിക്കാത്ത രീതിയിലാക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിമുട്ടുകളും കൃത്യമായ കടൽ ഭിത്തികളും ഒരു പരിധിവരെ കടലേറ്റത്തെ തടയും. എന്നാൽ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു കാര്യവുമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പുളിമുട്ട് നിർമ്മാണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ അവസാനം വന്നിട്ട് പുളിമുട്ട് ഉണ്ട്. അതിൻ്റെ ഓളങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ വാടാനപ്പള്ളി പഞ്ചായത്തിനാണ്. ഇവിടെ മണലൂർ മണ്ഡലത്തിൽ ഏക തീരദേശ പഞ്ചായത്തും പറയുന്നത് വാടാനപ്പള്ളി പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനെ ഇതുവരെക്കും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും കടലിൽ കയറുമ്പോഴും എല്ലാത്ത സാഹചര്യങ്ങളിലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വേലിയേറ്റത്തിൽ 2 വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പൂർണ്ണമായിട്ട് തകർന്ന് കിടക്കുന്നത്. മാത്രമല്ല ചെറിയൊരു വേലിയേറ്റം, അതായത് നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുന്നേ ഇവിടെ കടലിൽ കയറിയിട്ടുണ്ടാവും. കളക്ടർക്കും MLAക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും അടക്കം നിരവധി പേർക്ക് പരാതി നൽകി. കളക്ടറുടെ നേതൃത്വത്തിൽ സംഘം പ്രദേശം സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തിയതുമാണ്. എന്നാൽ എല്ലാം ശരിയാക്കാമെന്ന വാക്കുമാത്രമാണ് ബാക്കിയായത്. വർഷങ്ങളായുള്ള ഭീതി പൂണ്ട ജീവിതം തീരദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുകയാണ്.
വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം രൂക്ഷമായി വന്നപ്പോൾ ഞാനിവിടെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കളക്ടർക്ക് കൊടുക്കുകയും അപ്പോൾ കളക്ടർ ഹൈക്കോടതിയെ അത് ബോധിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ളം പഞ്ചായത്ത് എപ്പോൾ വേണമെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് ഒരു റോഡില്ല. പണ്ടേ കടലെടുത്ത് പോയതുകൊണ്ട് വഴിയും ഒന്നുമില്ലാത്തത് ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വണ്ടി വരാനുള്ളൊരു സൗകര്യം ഇല്ല. 3 വർഷമായി പ്രദേശത്ത് കടലേറ്റമുണ്ട്. മുൻപുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് കടലിനടിയിലാണ്. ഇനിയും എത്ര കാലം ഇങ്ങനെ പേടിച്ച് ജീവിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. കടലാക്രമണം കുറയ്ക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നതാണ് തീരദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. മൂന്നാം ദിനവും പശ്ചിമേഷ്യ കലുഷിതമായി തന്നെ തുടരുകയാണ്. ശക്തമായ പ്രത്യാക്രമണങ്ങളുമായി ഇറാനും ഇസ്രായേലും. ഇറാന്റെ ആക്രമണത്തിൽ ബാറ്റിയാനിൽ 4 മരണമുണ്ടായി, 100-ലേറെ പേർക്ക് പരിക്കുമേറ്റു. ഇറാനിലെ ആണവ സൈനിക തന്ത്രപ്രധാന മേഖലയായ ഇസ്ഫഹാൻ ഇസ്രായേൽ ആക്രമിച്ചു. റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയെ വധിക്കുകയും ചെയ്തു. കാനഡയിൽ തുടങ്ങുന്ന G7 ഉച്ചകോടിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം പ്രധാന അജണ്ടയാക്കാനാണ് തീരുമാനം. സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ ആക്രമണ പരമ്പരയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയത്. ടെലവീവ്, ജെറുസലേം, തുറമുഖ നഗരമായ ഹൈഫ എന്നിവിടങ്ങളിൽ മിസൈൽ ആക്രമണമുണ്ടായി. ടെലവീവിന് സമീപം ബാറ്റിയാണിൽ ജനവാസ മേഖലയിൽ വ്യോമാക്രമണത്തിൽ 69ഉം 80ഉം വയസ്സുള്ള 2 സ്ത്രീകളും ഒരു ബാലികയും 10 വയസ്സുകാരനും കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. തിരിച്ച് ഇറാനിലെ കൂടുതൽ ആണവ കേന്ദ്രങ്ങളും ഓയിൽ ഡിപ്പോയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രവും ഓയിൽ ഡിപ്പോയും തകർത്തതായി ഇറാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയടക്കം കൊല്ലപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കരുത് എന്ന കർശന നിർദ്ദേശം ഇസ്രയേലിന് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇതുവരെ 224 ഇറാനികളും 5 ഇസ്രയേലികളും കൊല്ലപ്പെട്ടതായി ഇരുകൂട്ടരും വെളിപ്പെടുത്തി. അതിനിടെ ഖത്തറിന്റെയും ഒമാന്റെയും മധ്യസ്ഥ ചർച്ചകളോട് മുഖം തിരിച്ചു തന്നെയാണ് ഇറാന്റെയും ഇസ്രയേലിന്റെയും നിലപാട്. ശക്തമായ പ്രത്യാക്രമണങ്ങൾക്കിടയിൽ ചർച്ചകൾക്ക് സാധ്യതയില്ല എന്ന് ഇറാൻ നിലപാടെടുക്കുന്നു. തങ്ങൾക്കേറ്റ അടിക്ക് കൃത്യമായി തിരിച്ചടി നൽകിയതിനു ശേഷം മാത്രം ചർച്ചയെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഇറാൻ ഭരണകൂടം പറയുകയാണ്. എന്നാൽ ഇറാന്റെ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളെയും യുറേനിയം സമ്പുഷ്ടീകരണ നടപടികളെയും ഇല്ലാതാക്കുന്നതിനാണ് മുൻഗണനയെന്നും ചർച്ചകൾ പിന്നീട് നടത്താമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നിലപാട്. ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമെന്നും ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. കാനഡയിൽ ചേരുന്ന G7 ഉച്ചകോടിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറാനെതിരായ ഇസ്രയേലിന്റെ സൈനിക നടപടിയെ G7 അംഗങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. എങ്കിലും യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിന് എതിരായ ഒരു പൊതുവികാരവും നിലനിൽക്കുന്നു. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ചർച്ചകളിലൂടെയല്ല പോരാടിയാണ് നേടേണ്ടതെന്നും G7 ഉച്ചകോടിക്ക് തിരിക്കുന്നതിന് മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. യുദ്ധം അനവസരത്തിലുള്ളതെന്നും ചർച്ചകളിലൂടെയായിരുന്നു കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് എന്നുമുള്ള ജപ്പാന്റെ നിലപാടും ഏറെ ശ്രദ്ധേയമാണ്. ടെഹ്റാനുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പുറമെ റഷ്യ യുക്രൈൻ യുദ്ധവും ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് വർധനവും G7 ഉച്ചകോടി ചർച്ച ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ വർധനവുണ്ടാകുന്നുണ്ട്. അസംസ്കൃത എണ്ണ ബാരലിന് $2 കൂടി. അന്താരാഷ്ട്ര ഓഹരി വിപണിയിലടക്കം വലിയ ചാഞ്ചാട്ടം പശ്ചിമേഷ്യൻ യുദ്ധം ഉണ്ടാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. വിപണി വിലയിരുത്തലുമായി ജിയോ ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ, കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ പോയിരുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു വിൽപ്പന കഴിഞ്ഞ 2 ദിവസമായി വിപണിയെ നഷ്ടത്തിലാക്കിയിരുന്നു. എല്ലാ സാങ്കേതിക നിലവാരങ്ങൾക്കും താഴെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അവിടുത്തെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ ഗതി അനുസരിച്ചുള്ള നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക. കാരണം കുറച്ചു നാളുകളായി വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യത്തിൽ നിന്നും നിക്ഷേപകർ ഈ ഒരു അവസരത്തിൽ ലാഭമെടുത്ത് പിന്മാറിയ ഒരു സാഹചര്യവും വിപണിയെ സ്വാധീനിച്ചിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകമായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിപണി തുടർച്ചയായി വിൽപ്പനയിലായിരുന്നെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ വിപണിയിൽ നിക്ഷേപം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പരിധിവരെ വിപണിയുടെ വീഴ്ചയ്ക്ക് തടയിടുന്നുമുണ്ട്.
കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ അവസാന മണിക്കൂറുകളിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും വിപണിയിൽ നഷ്ടത്തിൻ്റെ ഒരു തീവ്രത കുറയുകയും ചെയ്തിരുന്നു. ഇത് കാണിക്കുന്നത് വിപണി ഒരുപക്ഷെ ഇന്നത്തോടെ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴും ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിപണിയെ അത് പ്രതികൂലമായി സ്വാധീനിച്ചുവെങ്കിലും കുറച്ച് അതിൻ്റെ ആ ഒരു തീവ്രത ഏതാനും നാളുകൾക്ക് ശേഷം ആ വിപണി അതുമായി സമരസപ്പെട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു സാഹചര്യം ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയിൽ ഈ ഒരു വിൽപ്പനയ്ക്ക് തടയിടുന്ന രീതിയിലേക്ക് മാറിയേക്കാം. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസത്തേക്കാൾ മാറ്റമില്ലാതിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുക വേണം. മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് 25,000 എന്ന നിലവാരം തന്നെയാണ് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ഇനി നോക്കാം കായിക വാർത്തകൾ. ഫിഫ ലോകകപ്പ് ക്ലബ് ഫുട്ബോളിൽ ചെൽസി ഇന്നിറങ്ങും. ലോസ് ഏഞ്ചൽസ് എഫ്സിക്കെതിരെ രാത്രി 12:30-ക്കാണ് മത്സരം. യുവേഫ കോൺഫറൻസ് ലീഗ് കിരീടം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ചെൽസി ഇറങ്ങുന്നത്. 3 പുതുമുഖങ്ങളാണ് ഇന്ന് ചെൽസിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.